നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് താങ്കൾ ഒരു മികച്ച സെയിൽസ്മാൻ ആകുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ്. അല്ലെങ്കിൽ മികച്ച സെയിൽസ്മാൻ ആകാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതില് ഓരോ ലക്ഷണവും കൃത്യമായ രീതിയിൽ കേൾക്കുക, ആ ലക്ഷണം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മാർത്ഥമായ ഒരു സെയിൽസ്മാൻ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണലായി മാറണമെന്ന് ഉള്ളിൽ തട്ടിയ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ആ 9 ലക്ഷണങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് നമുക്ക് 3 തരംതിരിക്കാവുന്നതാണ്. 3 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ചിന്തയുമായി ബന്ധപ്പെട്ടാണ്. ഒരു വ്യക്തിയുടെ ചിന്തയുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ 3 ലക്ഷണങ്ങൾ. രണ്ടാമത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് 3 ലക്ഷണങ്ങൾ. അതിനുശേഷമുള്ള 3 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്കിൽസ് അല്ലെങ്കിൽ നൈപുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് വിശദമായി. ആദ്യം തന്നെ ചിന്തയുമായി ബന്ധപ്പെട്ട ആ 3 കാര്യങ്ങളുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മണി ടോക്കേഴ്സ് എന്നാണ് പറയുന്നത്. മണി ടോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണോ താങ്കൾ? അല്ലെങ്കിൽ പണത്തെപ്പറ്റി സംസാരിക്കുന്ന താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലേ? പണത്തെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് പേടി വരാറുണ്ടോ? വലിയ എമൗണ്ട്സിനെ പറ്റി പറഞ്ഞാൽ ടെൻഷൻ വരാറുണ്ടോ? അങ്ങനെ വരാൻ പാടില്ല. പണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈസിയായി അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒന്നാമത്തെ ലക്ഷണം. താങ്കൾ ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണലായി മാറും എന്നതിന്. പണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പേടിയും പണത്തെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്ന ചിന്തയും ഇതൊന്നും ഒരു നല്ല സെയിൽസ്മാനെ സൃഷ്ടിക്കില്ല. അതുകൊണ്ട് മണി ടോക്കർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയി തന്നെ സംസാരിക്കാൻ നമുക്ക് പറ്റണം. 2, ഒപ്റ്റിമിസം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. കാര്യം സെയിൽസ്മാൻ ചിലപ്പോൾ സെയിൽസിന് ഇറങ്ങുന്ന സമയത്ത് പലപ്പോഴും സെയിൽസ് കിട്ടണമെന്നില്ല. ഒരുപാട് ആളുകൾ മോശമായ രീതിയിൽ പെരുമാറും, ഒരുപാട് ആളുകൾ വഴക്ക് പറയും, ഒരുപാട് ആളുകൾ ഒബ്ജെക്ഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കേട്ടിട്ടും വീണ്ടും വീണ്ടും മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസം ഉള്ളിൽ തട്ടി വേണം. ഈ ഒരു ഒപ്റ്റിമിസം അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയി ചിന്തിച്ച് മുൻപോട്ട് പോകാനുള്ള കഴിവ്, ഈ ഒരു കഴിവിനേക്കാൾ കൂടുതൽ ഇതൊരു ചിന്തയാണ് അല്ലെ. എല്ലാം നന്നായി വരുന്നുള്ളൊരു ചിന്ത. ആ ഒരു ഒപ്റ്റിമിസം തന്നെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം. താങ്കൾക്കുണ്ടോ ഈ രണ്ടാമത്തെ ക്വാളിറ്റി? ഉണ്ടെങ്കിൽ 2/9 എന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. 2/9 എന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. 3, അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഒരു മികച്ച സെയിൽസ്മാന്റെ ലക്ഷണം തന്നെയാണ്. കാര്യം അയാളോട് തന്നെ അക്കൗണ്ടബിൾ ആയിരിക്കും. അതായത് മറ്റാരെങ്കിലും വന്ന് ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനവനോട് തന്നെ അക്കൗണ്ടബിൾ ആയിരിക്കും. അതായത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തോ, ഞാൻ വിളിക്കേണ്ട ആളുകളെ കൃത്യമായി വിളിച്ചോ, ഞാൻ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തോ, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ സർവീസ് കൃത്യമായി കൊടുത്തോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ അവനവനോട് ചോദിക്കുന്ന ഒരു പേഴ്സണൽ അക്കൗണ്ടബിലിറ്റിയാണ് 3ാമത്തെ ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, 3 ലക്ഷണങ്ങളാണ് ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ലക്ഷണങ്ങൾ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത 3 ലക്ഷണങ്ങൾ എന്ന്. നമ്പർ 1, ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണലി ഇന്റലിജന്റ് ആയ ആളുകളായിരിക്കും ഈ പറഞ്ഞ സെയിൽസിലെ മികച്ച കഴിവുള്ള ആളുകൾ. ഇവർക്ക് ഇമോഷണലി ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യരെ പോലെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഉണ്ടായാലും ഇതിനൊക്കെ മാനേജ് ചെയ്ത് സെയിൽസ് ചെയ്യുന്ന സമയത്ത് എന്റെ വീട്ടിലെ പ്രശ്നമോ അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ പ്രശ്നമോ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് സെയിൽസ് എന്ന പ്രൊഫഷണൽ ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്. ഇത് അവർക്ക് അറിയാം. ഇത് അറിയാമെന്ന് മാത്രമല്ല, അവർ ഇമോഷണലി വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കും. അവർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇത് പ്രധാനപ്പെട്ട 1ാമത്തെ ഒരു ലക്ഷണമാണ്. ഇമോഷണലി ഇന്റലിജന്റ് ആയ ഒരു വ്യക്തിയാണോ താങ്കളെങ്കിൽ താങ്കൾ മികച്ച ഒരു സെയിൽസ്മാൻ ആവാനുള്ള പ്രധാനപ്പെട്ട അടുത്ത ഒരു ലക്ഷണമാണ് അത്. 2ാമത്തെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട അടുത്തൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഗോളുകൾ കാണും. സ്ട്രോങ് ഗോൾസ് കാണും. അതായത് കൃത്യ ലക്ഷ്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ച് എന്തിനോ വേണ്ടി സെയിൽസ് ചെയ്യല്ല, കൃത്യമായ ഒരു ലക്ഷ്യം, അത് നിറവേറാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം സെയിൽസിന് ഇറങ്ങിയിരിക്കുന്നത്. ആ ലക്ഷ്യം നടപ്പിലാക്കും. ഇപ്പോ 10 സെയിൽസ് അദ്ദേഹം നടത്താൻ തീരുമാനിച്ചാൽ ആ 10 എന്ന് പറയുന്ന നമ്പർ അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരിക്കും. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് അതിനെ ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ തീർച്ചയായും ഒരു മികച്ച സെയിൽസ്മാൻ താങ്കൾക്കുള്ളിലും ഉണ്ട്. 3, പ്രൊഡക്ടിവിറ്റി. എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും, പ്രതീക്ഷിക്കുന്നതോ പ്രതീക്ഷിക്കാത്തതോ ആയ കാര്യങ്ങൾ സംഭവിച്ചാലും പ്രൊഡക്റ്റീവ് ആയിരിക്കും ഒരു മികച്ച സെയിൽസ്മാൻ എന്ന് പറയുന്ന വ്യക്തി. താങ്കൾ പ്രൊഡക്റ്റീവ് ആയ ഒരു വ്യക്തിയാണോ? താങ്കൾ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്ത് എന്ത് ആദ്യം ചെയ്യണം, എന്ത് രണ്ടാമത് ചെയ്യണം, എന്ത് മൂന്നാമത് ചെയ്യണം, ഇത് നോട്ട് ചെയ്യുന്ന ആളാണോ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യണം എന്നുള്ള ടാസ്ക് ലിസ്റ്റ് എഴുതി അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണോ? ഫോളോ അപ്പ് ചെയ്യേണ്ട ആളുകളുടെ നമ്പർ എഴുതി വെച്ച് എത്ര തവണ ഫോളോ അപ്പ് ചെയ്യുന്നുള്ള കണക്ക് വയ്ക്കുന്ന വ്യക്തിയാണോ? അതല്ലെങ്കിൽ താങ്കൾ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് പറഞ്ഞത് എന്താണ്, അതിനോട് താങ്കൾ എന്ത് പറഞ്ഞപ്പോഴാണ് സെയിൽസ് നടന്നത്, ഇതൊക്കെ എഴുതി നോട്ട്സ് ഉണ്ടാക്കുന്ന വ്യക്തിയാണോ? ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ താങ്കൾ ഉറപ്പായിട്ടും പ്രൊഡക്റ്റീവ് ആയ ഒരു വ്യക്തി കൂടിയായിരിക്കും. ഈ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ലക്ഷണം, അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ പറയുകയാണെങ്കിൽ 6 ലക്ഷണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രൊഡക്റ്റീവ് ആയിരിക്കും ഒരു മികച്ച സെയിൽസ് പേഴ്സൺ. ഈ പറഞ്ഞ ചിന്തയുമായി ബന്ധപ്പെട്ട 3 കാര്യം നമ്മൾ പറഞ്ഞു, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ 6-ൽ എത്ര ലക്ഷണമാണ് താങ്കൾക്കുള്ളത്? 5 ആണെങ്കിൽ 5/6 എന്ന് കമന്റ് ചെയ്യുക. 3 ആണെങ്കിൽ 3/6 എന്ന് കമന്റ് ചെയ്യുക. 6-ൽ 6 ഉണ്ടെങ്കിൽ 6/6 എന്ന് ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇനി നമുക്ക് സ്കിൽസുമായി ബന്ധപ്പെട്ട 3 ലക്ഷണങ്ങൾ കൂടി പരിശോധിക്കാം. സ്കിൽസ് എന്ന് പറയുന്നത് നൈപുണ്യമാണ്, കഴിവാണ്. നമ്മൾ പ്രാക്ടീസിലൂടെ ആർജിച്ചെടുക്കുന്ന കഴിവുകളാണ് സ്കിൽസ് എന്ന് പറയുന്നത്, അല്ലെ? നൈപുണ്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ ലക്ഷണം മികച്ച ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആയിരിക്കും. ഒരാൾ ഒബ്ജക്ഷൻ പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒക്കെ ഒബ്ജക്ഷൻ പറയും. ഒബ്ജക്ഷൻ പറയുന്നത് അവരുടെ അവകാശമാണ്. നമ്മൾ കസ്റ്റമർ ആകുമ്പോൾ നമ്മൾ കടയിൽ പോയി ഒബ്ജക്ഷൻ പറയാറുണ്ട്, നമ്മുടെ അവകാശമാണ്, അല്ലെ? ഒബ്ജക്ഷൻ പറയുന്ന കസ്റ്റമറുടെ നിലപാടല്ല പ്രശ്നം. ആ ഒബ്ജക്ഷനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കുഴപ്പമാണ് യഥാർത്ഥത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന ഈ സ്കില്ല് മികച്ച സെയിൽസ്മാന്റെ ഒരു ലക്ഷണമാണ്. നിങ്ങൾക്ക് ഒബ്ജക്ഷൻ നന്നായി ഹാൻഡിൽ ചെയ്യാൻ കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണൽ ആണ്. 2, എക്സ്പെർട്ടിസ് ആണ് അടുത്ത ലക്ഷണം. താങ്കൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണല്ലോ, ഒരു ഉദാഹരണം പറഞ്ഞാൽ താങ്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ആ മേഖലയെ കുറിച്ച് എല്ലാ കാര്യവും താങ്കൾക്ക് അറിയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട സകല അപ്ഡേഷൻസ് താങ്കൾക്കുണ്ട്, സകല ന്യൂസ് താങ്കൾക്കറിയാം, അതുമായി എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവണമെന്നറിയാം. താങ്കൾ എക്സ്പേർട്ട് ആണ് ആ മേഖലയിൽ. അതല്ല, താങ്കൾ ഇനി ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായ നോളജ് ഉണ്ട്. ഇനി ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു മൊബൈലുമായി ബന്ധപ്പെട്ട കമ്പനി ആണെങ്കിൽ മൊബൈലുമായി ബന്ധപ്പെട്ട സകല അപ്ഡേറ്റ്സും ഉണ്ട്. നിങ്ങൾ എക്സ്പേർട്ട് ആണ്. കാര്യം എക്സ്പേർട്ട് ആകുമ്പോഴേ നമുക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. എക്സ്പെർട്ടായ വ്യക്തി പറയുന്ന ആളുകൾ കേൾക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആളുകൾ വിശ്വസിക്കുകയുള്ളൂ, അവിടെ കച്ചവടം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എക്സ്പെർട്ടിസ്, ആ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ട് നോളജ്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതാണ് അടുത്ത ലക്ഷണം. ഉണ്ടോ നിങ്ങൾക്ക്? ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ 8/9 എന്ന് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. സ്കിൽസുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. കൃത്യമായ ഒരു കഥയുടെ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം. ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വെറുതെ പറഞ്ഞു പോകാതെ, നമ്മളെന്ന വ്യക്തിയെ വെറുതെ പരിചയപ്പെടുത്താതെ, നമ്മുടെ കമ്പനിയെ വെറുതെ പരിചയപ്പെടുത്താതെ, ഇതൊക്കെ ഒരു കഥയുടെ രൂപത്തിൽ മനോഹരമായി ചിത്രമായി അവതരിപ്പിച്ച് കൊടുക്കാൻ അറിയാം. അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡലായിരിക്കും. അതുകൊണ്ട് ആളുകൾക്ക് കേട്ടിരിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ തോന്നും. അപ്പൊ സ്റ്റോറി ടെല്ലർ ആണോ താങ്കൾ? മികച്ച ഒരു സ്റ്റോറി ടെല്ലർ ആണോ? ആണെങ്കിൽ യെസ്, ഐ ആം എ സ്റ്റോറി ടെല്ലർ എന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഐ വിൽ ലേൺ ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, ഞാൻ സ്റ്റോറി ടെല്ലിംഗ് പഠിച്ചെടുക്കും, IWS എന്ന് കമന്റ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ ഐ ആം എ ഗുഡ് സ്റ്റോറി ടെല്ലർ എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ IWS, ഞാനൊരു മികച്ച സ്റ്റോറി ടെല്ലർ ആകുമെന്ന് അർത്ഥം വരുന്ന രീതിയിൽ IWS എന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ ഈ 9 ലക്ഷണവും താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ ഒരു മികച്ച സെയിൽസ് പ്രൊഫഷണൽ ആണ്. 9/9 വെരി ഗുഡ് എന്ന് താങ്കൾക്ക് തന്നെ ഒരു കൺഗ്രാജുലേഷൻ താങ്കൾക്ക് കൊടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാര്യം ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് സെയിൽസ് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ട ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ കഴിഞ്ഞാൽ അതിൽ ആരും തെറ്റുമില്ല, നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പോ ഒരു സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതി എറണാകുളം പ്രയാണ ഹോട്ടൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 12-ാം തീയതിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഒരു വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു സെഷൻ മാത്രമല്ല. ഇതിപ്പോ യൂട്യൂബിൽ അങ്ങനെ പറയാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലേ? പക്ഷെ ട്രെയിനിങ് അവിടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്ത് പരിശീലിപ്പിച്ച് അങ്ങനെ നിങ്ങളുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് ഒരു പരിവർത്തനം തരുന്ന ട്രെയിനിങ് സെഷൻ ആയിരിക്കും അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. താങ്കൾക്ക് സെയിൽസിന്റെ സയൻസ് എന്താണ്, ആർട്ട് എന്താണ്, എങ്ങനെ കസ്റ്റമർ സൈക്കോളജി മനസ്സിലാക്കാം, കസ്റ്റമറുടെ ബിഹേവിയറിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ഇതൊക്കെ പഠിക്കണം, പരിശീലിക്കണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ, താങ്കളുടെ കരിയറിൽ മികച്ച ലെവലിലേക്ക് ഉയരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് താങ്കളുടെ സീറ്റ് ഇപ്പോൾ തന്നെ റിസർവ് ചെയ്യുക. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ നമ്മുടെ ഓർഗനൈസേഷന്റെയും നമ്മുടെയും ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം, അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നവീൻ ഇൻസ്പയേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭിക്കും. അതിൽ ഗോൾ സെറ്റിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, ലീഡർഷിപ്പ്, MLM ഫൗണ്ടേഷൻ തുടങ്ങിയ കോഴ്സിലുണ്ട്. ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും അതിൽ പ്രൊവിഷൻ ഉണ്ട്. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. 9 ലക്ഷണങ്ങളും ഉള്ള വ്യക്തികൾക്ക് ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഈ 9 ക്വാളിറ്റീസും ഡെവലപ്പ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്. ഇന്നത്തെ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് വളരെയധികം ഭാഗ്യമുണ്ട്. അതായത് സാധാരണ ഒരു ട്രെയിനിങ്ങിനേക്കാൾ വ്യത്യാസം ഇതിനകത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരിട്ട് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ചെയ്യാമെന്ന് ഒരു മാർഗനിർദ്ദേശം
ഡിമോയിലൂടെ കാണിച്ചു തരാൻ സാധിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു. തിരിച്ചൊരു ടേക്ക് ഓഫ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്ന കുറെ ഡിസിഷൻസ് ഇവിടെ നിന്ന് എനിക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു. നമ്മളിലെ ക്വാളിറ്റി, സെയിൽസ്മാൻ എന്ന് പറയുന്ന ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കേണ്ടതിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാലമാണ്. അതിന് എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ നവീൻ സാറിന്റെ പ്രോഗ്രാം വളരെയധികം ഗുണം ചെയ്തു. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് സാർ ഈ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശരിക്കും എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട്, ട്രാൻസ്ഫോമർ ആയിട്ടുണ്ട്. അതിന് നവീൻ സാറിനോട് ഏറെ നന്ദി പറയുന്നു.